എന്നെ പോലെ വീക്കെൻഡ് ആവാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നറിയില്ല, ശനി ഞായറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് നമ്മുടെ ഈ കഴിഞ്ഞ സൺഡേ നമുക്ക് 2 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്കൊരു ഹൗസ് വാമിങ്ങും പിന്നെ രാത്രി ഒരു ബർത്ത്ഡേ ഫംഗ്ഷനും ആണ്. അപ്പം നമ്മൾ നേരെ ഹൗസ് വാമിങ്ങിന് പോയി. അവിടെ നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു. ഫാമിലി മെമ്പേഴ്സിനായിട്ടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ അവിടെ കുറേ കുശലങ്ങളെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ട്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയതാണെങ്കിലും എൻ്റെ കണ്ണ് പോയത് വേണ്ടാത്ത സാധനങ്ങളിലേക്കാണ്. അപ്പോൾ കുറച്ച് ഓഫറൊക്കെ കണ്ടാൽ നമ്മൾ പെൺകുട്ടികളൊന്നും വിടില്ല. ആവശ്യമില്ലാത്ത കുറേയൊക്കെ നോക്കി കുറേ സമയം അവിടെ കളഞ്ഞ് പിന്നെ ബർത്ത്ഡേ ഗേളിന് ഒരു ഡ്രസ്സും പിന്നെ ഒരു ടോയും വാങ്ങിച്ചിട്ടോ. അപ്പോൾ കണ്ണാടി കണ്ടാൽ നമ്മൾ ആരും വിടാറില്ലല്ലോ. അങ്ങനെ ഞാൻ കണ്ണാടിയിൽ നിന്ന് കുറച്ച് സെൽഫ് വീഡിയോസും എടുത്തു. അപ്പം നൈക്കാക്കാനോട് അപ്പോൾ ചോദിക്കണമായിരുന്നു എന്താ നിങ്ങളിങ്ങനെ പോസ്റ്റ് പോലെ നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 7:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഫ്രഷപ്പ് ആയിട്ട് ഇറങ്ങി. ഞാൻ ആ ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. ഇക്കാക്ക് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് കട്ടിങ് സെറമണി വന്നിട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ബർത്ത്ഡേ ഗേൾ. ആളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ബർത്ത്ഡേ സോങ് എല്ലാം പാടി കേക്കെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേ ഗേളിനെ ഇങ്ങനെ എൻ്റെ മടിയിലിരുത്തിട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് എൻ്റെ കുട്ടി സബ്സ്ക്രൈബറിനെ കണ്ടേ. അപ്പോൾ ഇവൻ അവിടെ ചെന്നിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും എൻ്റെ കുട്ടി സബ്സ്ക്രൈബറായി. പിന്നെ അവിടെ നിന്നും ബിരിയാണി എല്ലാം കഴിച്ച് അങ്ങനെ ഈ ഒരു സൺഡേ ഇതോടുകൂടി തീർന്നു. ഇനി അടുത്ത വീക്കെൻഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, ബൈ ഓൾ.